ഇന്നത്തെ ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും ഒരുപാട് രസകരമായ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നല്ലൊരു അതിഥിയെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരുപാട് നല്ല മലയാള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മികച്ച പ്രൊഡ്യൂസറാണ്. അതോടൊപ്പം തന്നെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മികച്ച ഒരു യുവ നടനാണ്. ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഷോയിലേക്ക് വിജയ് ബാബു. വിജയ് സർ, സ്വാഗതം. വെൽക്കം ടു ദ ഷോ. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് മലയാള ചലച്ചിത്ര ലോകത്തിന് തരുന്നു. അതോടൊപ്പം അതേ സിനിമകളിൽ ചിലതിൽ അഭിനയിക്കുന്നു, അതുകൂടാതെ നായകകളിൽ അഭിനയിക്കുന്നു. ഏറ്റവും പുതിയതായി ലാൽജോ സാറിൻ്റെ നീന എന്ന സിനിമയിലെ നായകനായിട്ടാണ് സാറ് ഞങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ലാൽജോ സാറിൻ്റെ ഒപ്പമുള്ള ഈ ഒരു മൂവി എക്സ്പീരിയൻസ്? ഐ മീൻ ഒരു കംപ്ലീറ്റ് കോൺഫിഡൻസിൻ്റെ ഒരു പീക്കിലെത്തുക എന്ന് പറയുന്നത്. ഈ നീന എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നീനയിലേക്കുള്ള ഒരു പ്രിപ്പറേഷനായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ് മങ്കിപ്പെണ്ണും പെരിച്ചാഴിയും എല്ലാം ഹണീബിയും ഒക്കെ യാദൃശികമായി നീനയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിൽ സംഭവിച്ച കുറേ കാര്യങ്ങളാണ്. അങ്ങനെ നല്ല സിനിമകൾ ഉണ്ടായി ഞാൻ അഭിനയിച്ചതിൽ. പക്ഷെ നീനയിൽ വന്നു നിൽക്കുമ്പോൾ ലാൽജോ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മളൊരു പ്രീ നോഷനുമായിട്ടാണ് വരുന്നത്. ഞാൻ കൺസീവ് ചെയ്ത വിനയ് പണിക്കർ എന്ന ക്യാരക്ടർ ഇങ്ങനെയായിരിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ അങ്ങനെ ചെയ്യണം, ഒരു ധാരണ മനസ്സിലിട്ടാണ് ഫസ്റ്റ് ഡേ ഷൂട്ടിന് വരുന്നത്. പക്ഷെ അതെല്ലാം പൊളിച്ചടിക്കുന്നത് അതൊക്കെ നീ അങ്ങ് അവിടെ വെച്ചത് ഞാൻ പറയാം, ആ സമയമാകുമ്പോൾ അതൊക്കെ തന്നാൽ മതി. ആദ്യം എന്നോട് പറഞ്ഞിരുന്നു ഞാൻ വിജയ് ബാബുവിനെ സെലക്ട് ചെയ്തത് പല ഇന്റർവ്യൂലൊക്കെ നമ്മളിതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു ജീവിച്ചിരിക്കുന്ന കോർപ്പറേറ്റ് നടൻ, ഞാൻ എന്തിനപ്പം ഒരാളെ കോർപ്പറേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യണം, 15 വർഷം കോർപ്പറേറ്റിൽ ഇരുന്ന ആളാണ്, അപ്പോൾ അതേ മാനേഴ്സും പിന്നെ എനിക്ക് ഈസി ആയിട്ട് അവിടെ പോയി ചെയ്താൽ മതിയല്ലോ. അതൊന്നും എല്ലാം ഒന്ന് അരിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പം എനിക്ക് ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു ഗ്രേറ്റ് ഫീലിംഗ്, ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യാം എന്നുള്ളൊരു മുമ്പ് നമ്മളൊരു നമുക്കത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ. ആസ് എൻ ആക്ടർ ഹി ഗ്രൂംസ് യു ടു ബി എ കംപ്ലീറ്റ് ആക്ടർ. ഒരു ന്യൂ കമ്മറിൻ്റെ അല്ലെങ്കിൽ ഫ്രഷറിൻ്റെ ഡ്രീമാണ് ലാൽ സാറിനോട് അഭിനയിക്കാൻ. സോ ഐ ആം ഹാപ്പി, വെരി ഹാപ്പി ആക്ടഡ്. ഐ ഡിഡ് ജസ്റ്റിസ് ടു ഐ തിങ്ക് ഐ ഡിഡ് ജസ്റ്റിസ് ടു ദ റോൾ. ഈ സിനിമ ഇറങ്ങട്ടെ, ഇപ്പം അടുത്ത ദിവസം തന്നെ മുന്നിലെത്തും. അപ്പോൾ ബാക്കി അറിയാം അല്ലേ. ഇപ്പോൾ സാർ പറഞ്ഞു ഇതുവരെ അഭിനയിച്ച സിനിമകളൊക്കെ ലാൽജോ സാറിൻ്റെ സിനിമയിൽ എത്താനുള്ള ഒരു വഴിയായിരുന്നു, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, അല്ലെങ്കിൽ അഭിനയിച്ച് ഒരു പരിശീലനം നേടുക, അങ്ങനെയായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ലാൽ സാർ പൊളിച്ചടിക്കുകയെന്നും പറഞ്ഞു അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചടിക്കുക. എന്നാലും അപ്പോൾ ഞാൻ ഇത്രയും സിനിമയിൽ അഭിനയിച്ചത്, അപ്പോൾ അതൊന്നും അതിനേക്കാളും വെരി ഗുഡ് ലിസണർ, ഞാനൊരു ബാഡ് ലിസണറാണ്. അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ മിക്കവാറും എൻ്റെ കോർപ്പറേറ്റ് ലൈഫിൽ ടുവേർഡ്സ് ലാസ്റ്റ് 10 years ഐ ബീൻ ഇൻ എ കമാൻഡിങ് പൊസിഷൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് പിന്നെ അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് സിനിമയിലുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് 90% പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ അല്ലെങ്കിൽ കൂടി യങ്സ്റ്റേഴ്സാണ്. എന്നെ വേറൊരു രീതിയിൽ കണ്ടിട്ടുള്ളവരാണ്, ആക്ടറായിട്ടല്ല. പലയിടത്തും വെച്ചിട്ട് ഒരു ഫംഗ്ഷനിൽ കണ്ടവരാണ്. അപ്പോൾ അവരെല്ലാം കാണുന്നത് ഹീസ് റൈറ്റ്, മേ ബി ഹീസ് റൈറ്റ് എന്ന് പറയുമ്പം അവരൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ മതി എന്ന് പറയുമ്പോൾ അവരും വിചാരിക്കും പുള്ളി പറയുന്ന ഞാൻ പറയും തെറ്റായിരിക്കും. അതെനിക്ക് പറഞ്ഞു തന്നത് ലാൽ സാറാണ്. ആദ്യം തന്നെ എന്നോട് പറഞ്ഞു, പുള്ളി എൻ്റെ ബോഡി ലാംഗ്വേജ് എന്നെക്കാട്ടിൽ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ എന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് പുള്ളി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് അപ്പോൾ നീ കൈയെടുക്കുമ്പോൾ ഇങ്ങനൊരു ഇതുണ്ട്, നീ കഴുത്ത് തിരിക്കുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ്, നീ കണ്ണ് ചിമ്മുന്നു. പുള്ളി എൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ബിഹേവിയർ വരെ പുള്ളി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളി അത് ആ സീനിൽ പുള്ളിക്കറിയാം, നീ ആ കൈ എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് അങ്ങനെ അന്ന് പറഞ്ഞ് പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സച്ച് എ ഗ്രേറ്റ് ഒബ്സർവർ. ഈ സിനിമയിൽ നമുക്ക് പിന്നെ ടെൻഷനേ ഇല്ല. ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ പുള്ളി ആ ടെൻഷൻ മൊത്തം ഏറ്റെടുക്കും. ഇഫ് ഹി സേസ് യെസ്, പെർഫെക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ പുള്ളി ഇതിങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് തോക്കണം. ടുവേർഡ്സ് എൻഡ് ഓഫ് മൂവി സ്റ്റാർട്ടഡ് ഗിവിങ് യു ഫ്രീഡം. ഇനി ബിക്കോസ് നമ്മൾ ആ ക്യാരക്ടറിലായി എന്ന് ഉറപ്പ് വരുമ്പോഴാണ് പുള്ളി അത് തരുന്നത്. ഈ ക്യാരക്ടറിന് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അപ്പോൾ അതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയായി. വെറുതെ എന്ന് പറയാൻ പറ്റില്ല, കുറേയൊക്കെ. ബട്ട് ഞാൻ ഇപ്പം എഡിറ്റഡ് വേർഷൻ കണ്ടപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു അതാണ് കോൺഫിഡൻസ് കൂട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഷൂട്ടിന്റെ ഇടയിൽ ഇപ്പോൾ ലാൽജോ സാർ പറഞ്ഞു തരുമ്പോൾ എന്തെങ്കിലും വിഷമത്തിൽ തോന്നിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ സീൻ ഇങ്ങനെയല്ല, മോണിറ്റർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ ഓരോ സെറ്റിലും നമ്മുടെ ചാരന്മാരുണ്ട്. പുള്ളി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പുള്ളി എപ്പോഴാണ് പുള്ളി ഇതാവുന്നത്, ഇറിറ്റേറ്റഡ് ആവുന്നത്, പുള്ളി അതേ മാനറിസം ദേഷ്യപ്പെടുന്ന സംവിധായകൻ നമ്മളിലൊരു ആളുണ്ടല്ലോ, അത് നമ്മളും അവിടെ നിർത്തിയിട്ട് പുള്ളിയുടെ ഒരു സ്റ്റൈൽ. പിന്നെ ഞാൻ സിനിമയിൽ അല്ലെങ്കിൽ കൂടെ ഞങ്ങൾ ഈവനിങ്സിൽ കാണാറുണ്ട്. അപ്പം എനിക്ക് പുള്ളി ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, പുള്ളിക്ക് എന്തൊക്കെയാണ് ഇറിറ്റേറ്റഡ് ആവാൻ സാധ്യതയില്ല, അതൊക്കെ നമുക്കറിയാം. പിന്നെ വഴക്കെന്ന് പറയുന്നത് ഏതൊരു ഡയറക്ടറും സീനിയർ ഡയറക്ടറും നമ്മുടെ അപ്പോൾ പുള്ളി ശരി ആ വഴക്ക് പറഞ്ഞു, ആ സീൻ ഓക്കെ ആയതിൻ്റെ ജസ്റ്റ് മൂമെൻറ്റിൽ തന്നെ പുള്ളിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളെ വിളിച്ച് കാണിച്ചു തരും എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് മനസ്സിലായി. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ വഴക്ക് പറഞ്ഞു, സീൻ കഴിഞ്ഞു, നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഹാപ്പിയായി. അല്ലാതെ അങ്ങനെ ഒരു വിഷമം കൊണ്ടിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നല്ലതിന് വേണ്ടി പുള്ളി വഴക്ക് പറയുമ്പോൾ നമുക്ക് ഞാൻ പിന്നെ ടുവേർഡ്സ് എൻ്റെ പുള്ളി വഴക്ക് പറയുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ ഈ സീൻ പൊളിക്കാൻ പോകാം, പുള്ളി കറക്റ്റ് ആയിട്ട് അത് എടുക്കും. നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ടേ പുള്ളി എസ് പറയത്തുള്ളൂ. അങ്ങനെ ഒരുപാട് റീടേക്സ് ഒക്കെ എടുക്കേണ്ടി വന്നു. റീടേക്സ് അധികം ഒന്നും എടുക്കേണ്ടി വന്നില്ല. ബിക്കോസ് ഫസ്റ്റ് ഹാഫിൽ ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഞാൻ എന്നിലെ ആക്ടറിൽ കാണുന്നൊരു സ്ട്രെങ്ത് എനിക്ക് ഒരിക്കലും സംഭവിക്കും. എനിക്ക് സെന്റിമെന്റൽ സീൻസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമെന്ന് എനിക്ക് വെരി ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ റോളിലെല്ലാം മങ്കിപ്പനിലുണ്ട്, ഉഗാണ്ടയിലുണ്ട്, എല്ലാത്തിലും ആ ഒരു തീർച്ചയായിട്ടും ഉണ്ട്. കരയുന്നത് സെക്കൻഡ് ഹാഫിൽ എനിക്ക് കുറേ എനിക്ക് എൻ്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു. അപ്പോൾ ലാൽ സാർ ഇത്രയും വിജയ് സാറിന്റെ ഇത്രയും സിനിമ റിലീസൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാ കഥാപാത്രങ്ങളെയും കണ്ടിട്ടുണ്ട്. അതെല്ലാം ആക്ച്വലി നീനയിലേക്കുള്ള ഒരു ഓഡിഷൻ പോലെയായിരുന്നു. ഓരോ സിനിമ കഴിയുമ്പോഴും ഞാനും വേണിച്ചേട്ടനൊക്കെ കാണുമ്പോൾ പറയും ഞാൻ റെഡി ആയിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പുള്ളി ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് വേണിച്ചേട്ടനോട് വിളിച്ച് പറഞ്ഞത് ഐ എം റെഡി ഫോർ നീന എന്നുള്ളതാണ്. അപ്പം അത് മാത്രമല്ല പുള്ളി ഞങ്ങളോട് പറഞ്ഞത് വെൻ ഹി വാസ് ട്രാവലിംഗ്, ഈ ആ ലൈഫിലെ കുറേ ആൾക്കാരെ പുള്ളി കാണുന്നു. പുള്ളി വേറൊരു കേരളത്തിൽ വേറെ സിനിമ സമയം, അപ്പം ഈ യാത്രയിൽ പുള്ളി ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഐ തിങ്ക് എനിക്ക് നീന ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എവിടെ ട്രാവലിംഗിലൂടെയാണ് കിട്ടിയത്. അതേപോലെ 2 നായികമാരാണ് ഈ സിനിമയിൽ. ഭാഗ്യം അത് ലാൽജോ സാറിന്റെ ഫസ്റ്റ് സിനിമയിൽ തന്നെ 2 നായികമാരെ കിട്ടി, നീനയും നളിനിയും ഉണ്ടാവട്ടെ. അപ്പോൾ എങ്ങനെ ദീപ്തി സതിയുടെ ഫസ്റ്റ് മൂവിയാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ദീപ്തിക്ക്. മലയാളം ഏതെങ്കിലും വേറൊരു ഭാഷയിൽ അഭിനയിച്ചിട്ടില്ല, മലയാളത്തിലാണ് ഇപ്പോൾ ഡെബ്യൂ ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയ് സാറിന് എത്രയോ സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിലെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് അഭിനയിച്ച് നോക്കിയാലോ? അല്ലല്ല, ഞാൻ നീന എന്നാണ് വിളിക്കുന്നത്. ദീപ്തി ഈസ് എ എക്സലന്റ് ആക്ട്രസ്. ലാൽ സാർ റീസെന്റ് പറഞ്ഞിരുന്നു എൻ്റെ ഏറ്റവും നല്ല ഫൈൻഡാണ്, വിച്ച് ഇസ് ക്വൈറ്റ് ട്രൂ ബിക്കോസ് ഐ എം വിറ്റ്നസ് ടു ഇറ്റ്. പുള്ളിക്കാരി ഫസ്റ്റ് സീൻ തൊട്ട് കാണിച്ചിട്ടുള്ള കോൺഫിഡൻസ് ഇസ് അമേസിങ്. നമ്മൾ ഈ അരിപറക്കലൊക്കെ ചിലതുണ്ട്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഹാഫ് മലയാളിയാണ്. അപ്പം മലയാളത്തിന്റെ ബുദ്ധിമുട്ടല്ലാതെ വേറെ ഒരു കുഴപ്പവും ദീപ്തിയിൽ നമ്മൾ കണ്ടിട്ടില്ല. 90% റീടേക്സ് ആർ ഡ്യൂ ടു അവർ മോഡുലേഷൻ പ്രോബ്ലംസ്. അല്ലാതെ ആക്ടിങ് വൈസ് അങ്ങനെ ഒരു ഇഷ്യൂസ് വളരെ റെയർ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതാണ് ലാൽ സർ പറഞ്ഞത്. ബിക്കോസ് ഈ സിനിമയിൽ എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നു എൽസമ്മ കഴിഞ്ഞാൽ എൽസമ്മയിൽ കൂടി വേറെ പല ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അത്രയും ഡയലോഗ്സ് ആന് പറയേണ്ടി വന്നിട്ടില്ല. ഈ സിനിമയിൽ ദീപ്തി എന്ന ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറും ആണ് ഏറ്റവും കൂടുതൽ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ ദീപ്തിക്ക് ഏകദേശം ഒരു 20 പേജോളമെങ്കിലും ഡയലോഗ്സ്. അപ്പോൾ അത്രയും ഡയലോഗ്സ് ഒരു മലയാളം അത്ര വശമില്ലാത്തൊരു കുട്ടി പഠിച്ചിട്ട് പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് ദീപ്തി പറഞ്ഞു, ദീപ്തി ഇന്റർവ്യൂ ചെയ്തപ്പോൾ ദീപ്തി പറഞ്ഞു എനിക്ക് ഒരുപാട് ഡയലോഗ്സ് 1-2 പേജൊക്കെ ഒരുമിച്ച് പഠിച്ച് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ആസ് എ ന്യൂ കമ്മർ ഇത്രയും ഡയലോഗ്സ് ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും എക്സ്പെക്ടേഷൻ ഉള്ള ഒരു എക്സ്പെക്ടേഷനെ കുറിച്ച് വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയിൽ അത് ചെയ്യുമ്പോൾ ആ കുട്ടി കാണിച്ച കോൺഫിഡൻസ് വാസ് അമേസിംഗ്. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വിൻ ചെയ്തതാണ്. അതിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഷീ ഈസ് മൈ വെരി ഫ്രണ്ട്. പിന്നെ ഈ സിനിമ ഒരു വളരെ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള സിനിമയാണ്. ജോമോനാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. ജോമോൻ എൻ്റെ സുഹൃത്താണ്, ആൻഡ് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് ഫ്രൈഡേ തൊട്ടിട്ട്. അപ്പം ജോമോൻ എന്നെ സജസ്റ്റ് ചെയ്യുന്നു, ഞാൻ ഇതിലേക്ക് വരുന്നു. വേണിച്ചേട്ടൻ വേണിച്ചേട്ടൻ്റെ നെയ്ബറാണ്, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞങ്ങളിപ്പോൾ അടുത്ത ഫ്രണ്ട്സാണ്. ദീപ്തിയെ സെലക്ട് ചെയ്യാനായിട്ട് ഞാനൊരു റീസണാണ്. ഞാൻ ആണ് ദീപ്തിയുടെ ഫോട്ടോ ലാൽസോർ അയച്ചു കൊടുക്കുന്നത്. വേണിച്ചേട്ടനാണ് നിഖിൽ മേനോനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഒരു ഡെസ്റ്റിൻഡ് ആണ്. അപ്പൊ ആനായിരുന്നു നളിനി, ദീപ്തി ആയിരുന്നു നീന. ഇതൊക്കെ എവിടെയോ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് ഡെസ്റ്റിനികളുള്ള ഒരു സിനിമയാണ്. ഞാൻ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതിന്റെ കാരണം ലാൽ സാറിന്റെ 3 ഹിറ്റുകൾക്ക് ശേഷം ഇമാനുവൽ, പുള്ളിപ്പുലിയും വിക്രമാദിത്യം എല്ലാം 100 days ഓടിയ സിനിമ. അതിനുശേഷം ഞങ്ങളെ വെച്ചിട്ട്
ഇത്രയും ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആ ടെൻഷൻ കൂടുകയാണ്. ബിക്കോസ് ലാൽ സാറിനെ പോലെ ഒരാൾ ഇത്രയും 3 വലിയ പടങ്ങൾക്ക് ശേഷം നമ്മളിലാണ് നമ്മൾ അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ലാൽ സാറിനോട് ആരെങ്കിലും പറ്റുമോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവരെ വെച്ചിട്ട് പടം എടുത്തുകൊണ്ടല്ലേ ഇങ്ങനെ, ആ ഒരു ടെൻഷനും കൂടെ നമുക്ക് ഓവർലോഡാണത്. എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ വിജയ് സാറിന് ലാൽ സാർ തന്നെയാണോ നേരിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞത് നീന എന്ന സിനിമയിൽ എൻ്റെ നായകൻ? ഞാനും തമ്മിൽ എന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു, ചാനൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അത് കണ്ടിട്ട് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോമോൻ അന്ന് 2 ദിവസം മുമ്പാണ് അവർ ഈ കഥ കേട്ടത്. അപ്പോൾ ഇതാര് ചെയ്യും, വിനയ് പണിക്കർ എന്ന് പറയുമ്പോൾ സൂപ്പർ സ്റ്റാർസ് ആണ് ഒബ്വിയസ്ലി മനസ്സിലാവും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് സൂപ്പർ സ്റ്റാർസ് അതിൽ എന്ന് പറഞ്ഞാൽ അതൊരു വീക്കാവുകയാണ് ക്യാരക്ടർ. അപ്പം നോട്ട് ആസ് ദ ആക്ടിങ് വൈസ് ബട്ട് ആ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ഹീറോയിസം ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആര് ചെയ്യും എന്ന് തോന്നിയപ്പോഴാണ് ജോമോനാണ് പറഞ്ഞത് നമുക്ക് ഈ ബാനറിസം അല്ലേ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ലാൽ സാർ ക്യാമറ കൂടെ നോക്കിയിട്ട് പറഞ്ഞു അതെ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം രഞ്ജൻ ചേട്ടനുമായിട്ട് അത് എഡിറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം അവിടെ നിന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ് ലാൽ ജോസിന്റെ പടത്തിൽ ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഒരു അന്ന് നമ്മള് ഫുൾ ടൈം ജോലി ചെയ്യാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് സമയമുണ്ടോ, 2-3 വർഷം ഉണ്ട്. എന്നാ പിന്നെ അപ്പോഴത്തേക്ക് ഐ പ്ലാൻ ടുവേർഡ്സ് ഇറ്റ് അഗൈൻ. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള ആക്ടിങ് എല്ലാം അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. അത് നേരത്തെ അറിയാം. ഞാൻ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്ടായിട്ട് അഭിനയിച്ചതിൽ 2ാമത്തെ സിനിമയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ലാൽ സാറിന് തെറ്റൊന്നും തോന്നരുത്, അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് എടുക്കണം. You have the strength to say no to somebody because you are looking forward to someone. എത്തി നമ്മൾ അതിൽ സേഫ് ആയാൽ മതി. അപ്പം നമ്മൾ അത് പുള്ളിയുടെ എക്സ്പെക്ടേഷൻ മാറ്റരുത്. പുള്ളി പറഞ്ഞിട്ട് വളരെ നീ അങ്ങനെ അഭിനയിക്കൊന്നും വേണ്ട, എനിക്ക് ഫ്രഷറായിട്ടാണ് വേണ്ടത്. പക്ഷേ സാഹചര്യം അങ്ങനെയല്ല, നമ്മൾ നോ പറയാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് വന്നു. അങ്ങനെ 11 പടങ്ങളായി. അതാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതുവരെ അഭിനയിച്ച ചിത്രങ്ങളിൽ 10ഓളം ചിത്രങ്ങൾ വിജയ് ബാബു സാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ 3 പടം. അപ്പോൾ അതിൽ പ്രൊഡ്യൂസറിന്റെ റോളും വേണം, അഭിനയിക്കാൻ വേണം ഇടയിൽ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ. ഇതിലെ ഹീറോ എന്ന് പറയുന്നത് ലാൽജ സാർ, ഞങ്ങളെല്ലാം ക്യാരക്ടേഴ്സ്. ഹീറോ എന്ന് പറയാനുള്ള കാരണം പുള്ളിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, പുള്ളിയാണ് ഇതിന്റെ ഡയറക്ടർ. ഹീസ് എ ഗൈഡ്, മെന്റർ, എവരിവൺ. ജസ്റ്റ് ലുക്ക് ടുവേർഡ്സ് എവരിബഡീസ് ആക്ഷൻസ്. ഒരു സീൻ തന്നെ 3 പേരുള്ള എല്ലാം ന്യൂ കമേഴ്സ് ആയിരിക്കും, ചിലപ്പം 3 പേരുള്ള ഷോട്ടാണെങ്കിൽ 3 വട്ടം പുള്ളി അത് കാണും. എന്നിട്ട് ഓരോരുത്തരെയും സ്പെഷ്യലായിട്ട് മോണിറ്റർ ചെയ്യും. എന്നിട്ട് അങ്ങനെയൊക്കെ എല്ലാ സ്ട്രെസ്സും പുള്ളിയുടെ തലയിലാണ്. പ്രൊഡ്യൂസർ ടെൻഷൻ, ഡയറക്ടർ ടെൻഷൻ, ന്യൂ കമറിന്റെ മെയിൻറ്റെയിൻ, ഓഫ് സ്ക്രീൻ ടെൻഷൻ എന്ന് പറഞ്ഞ വേറെ സാധനമുണ്ട്. നിങ്ങളെല്ലാം ക്യാരക്ടറായിട്ട് വേണം നടക്കാൻ. നമ്മൾ ഷൂട്ട് കഴിയുമ്പോൾ അവിടെ നീ ഇതിനിപ്പോ ചിരിച്ച് നിന്നോട് ചിരിക്കാൻ പറഞ്ഞോ, അടുത്ത സീൻ കരയേണ്ടതാ. അത് മൂഡ് അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്താ പറ്റുന്നത്, ഞങ്ങൾ ചിരിച്ച് കളിച്ചവിടെ ഇരിക്കും. അതിന് സീൻ വരുമ്പോഴത്തേക്ക് റീടേക്സ് കൂടും. ബിക്കോസ് മൂഡിലാവാൻ തന്നെ 2 ഷോട്ട് എടുക്കും. അപ്പം അങ്ങനെ അപ്പൊ ആ ഓഫ് സ്ക്രീൻ ടെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ ഐ തിങ്ക് ഹീ ഈസ് ദ റിയൽ ഹീറോ ഓഫ് ദിസ് മൂവി. വി ആർ ഓൾ പ്ലേയിങ് സം ക്യാരക്ടേഴ്സ് ഇൻ ദാറ്റ്. പിന്നെ ജോമോൻ ടച്ചും ഉണ്ട്. ലാൽ ജോസ് മാജിക് മിക്സ്ഡ് വിത്ത് ജോമോൻ ടച്ച്. വാട്ട് മീന. അതാണ് അവരുടെ ചിത്രങ്ങളുടെ മായാജാലമായിട്ട് പിന്നെ രഞ്ജൻ ചേട്ടൻ എൻ്റെ എഡിറ്റർ 22 പടമായി. സോ അവരുടെ ടീമെല്ലാം ഭയങ്കര സിങ്കാണ്. അപ്പം നമുക്ക് അത്ര ടെൻഷൻ ഇല്ല, എല്ലാ ടെൻഷനും പുള്ളിയുടെ തലയിലാണ്. അപ്പോൾ ഇത് അടുത്ത പ്രൊഡ്യൂസറായിട്ടുള്ള ടെൻഷൻ അതിന് മുമ്പേ തുടങ്ങി. കുറച്ചായപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് കോൾ വിടുന്നു, ഞങ്ങളെല്ലാം എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വല്ല പണിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയത്തേക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് മൂഡിലേക്കായി. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങാൻ 4 പ്രോജക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആസ് ഓൾവേസ് 2 ന്യൂ കമേഴ്സ്. നിങ്ങളെപ്പോഴും ന്യൂ കമേഴ്സിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അഭിനയിക്കുന്നുണ്ട്. ഞാനിപ്പം വന്ന 4 എണ്ണത്തിലും എനിക്ക് റോളില്ല. നമ്മളിപ്പോ ഹീറോ ഒക്കെ അതുകൊണ്ട് സാറ്റർഡേ പറഞ്ഞ എന്നാ പിന്നെ ആ പണി പോയെന്നു തോന്നുന്നു. അങ്ങനെയല്ല, എനിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അഭിനയിച്ചാൽ പോരെ. അപ്പൊ എന്റെ ഏജിലുള്ള ക്യാരക്ടേഴ്സ് അല്ല, ഞാൻ ചെറുത് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി. ഡയറക്ടർ പറഞ്ഞു അത് സാറിന് ചേരില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, വോയിസ് ഓവർ ഒക്കെ തരാൻ. അവരെന്നെ ലെവലും കൂടി ഉയർത്തി. ഇനിയിപ്പോ സാർ അങ്ങനത്തെ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് തോന്നിയിട്ടാണോ എന്ന് പറഞ്ഞോടാ. അങ്ങനെയല്ല. അപ്പൊ ഇതുവരെ ചെയ്ത 11 ചിത്രങ്ങളില് പ്രൊഡ്യൂസ് ചെയ്തതും അഭിനയിച്ചതും എല്ലാ ചിത്രങ്ങളിലും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? പ്രൊഡ്യൂസ് ചെയ്തതിൽ മങ്കിപ്പനാണ്, ആക്ട് ചെയ്തതിൽ ഇതുവരെ മങ്കിപ്പനാണ്. പക്ഷെ ഇപ്പൊ ആക്ട് ചെയ്ത് ഒബ്വിയസ്ലി നീന വിൽ ബി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ബിക്കോസ്
അതാണ് എൻ്റെ ബെസ്റ്റ്. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവാർഡുകളൊക്കെ കിട്ടട്ടെ. അത് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ച സിനിമയാണ്. പഠിച്ചുപോയ അഭിനയമൊക്കെ അവിടെ വെച്ച് മറന്ന് പുതിയതായിട്ട് അഭിനയിച്ചതാണ്. ഇപ്പോൾ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് സിനിമ റിലീസായി ഇരിക്കുന്ന ഈ സമയത്ത് ലാൽജോ സാർ തന്ന ഏറ്റവും നല്ലൊരു കോംപ്ലിമെന്റ് എന്താണ് വിജയ് ബാബു? ലിസൺ, കേൾക്കൂ. നിങ്ങൾ ഒരു നല്ല ആക്ടറാണ്, നല്ല മനുഷ്യനാണ്, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണ്. ഒരു വെരി ബാഡ് ലിസണർ എന്നോട് പറഞ്ഞു. വിച്ച് ഇസ് വെരി വെരി ട്രൂ. അത് എന്നെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വെരി ബാഡ് ലിസണർ. ഐ തിങ്ക് ആഫ്റ്റർ നീന ഐ ഹവ് സ്റ്റാർട്ടഡ് ലിസണിങ്. എന്നെ ഒരു പേഴ്സണാലിറ്റി എന്നുള്ളതിൽ ചേട്ടൻ തന്നെ ഉപദേശം. ഞാനിപ്പം താങ്കൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ സംസാരിച്ചിട്ട് ഞാൻ കേൾക്കും. ഞാനൊരു 2 മിനിറ്റ് പോലും ഒരിടത്ത് അടങ്ങിയിരിക്കാത്ത ആളാണ്. എനിക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. എന്നെ പേഷ്യൻസ് എന്താണെന്ന് പുള്ളി പഠിപ്പിച്ചു. ഈ 2 കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇതുവരെ വിജയബാബുന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് വീണ്ടും വന്ന് പറയാനുള്ള സമയം. ലിസണിംഗ് പവർ കൂടിയിട്ടുണ്ട്, നല്ല കേൾവിക്കാരനായിട്ടുണ്ട് എന്നും പറയാമോ? അപ്പൊ നല്ലൊരു കേൾവിക്കാരനായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കഥകളൊക്കെ ഉണ്ടെങ്കിൽ കഥകളൊക്കെ പറയാൻ വന്നിരിക്കുന്നവര് എനിക്ക് ചില സിനിമകൾ ഞാൻ കേട്ടിട്ട് ഒന്നും കൂടെ പറയാൻ പറയും. അത്ര ചിലത് 1 മിനിറ്റിൽ തന്നെ റിലേ പോകും. പിന്നെ നമ്മൾ വെറും ഇൻസ്ട്രുമെന്റ് ആണ്. ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് other things while he is narrating the story. പക്ഷെ ഇപ്പം അവരുടെ അഭിപ്രായം കൂടെ കേൾക്കാനുള്ള ഒരു മൂഡുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നീന പോലത്തെ സിനിമയിൽ അഭിനയിച്ച് നായകനായി അഭിനയിച്ച് റിലീസായ ഈ ഒരു ടൈമിൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലും എൻ്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ കൂടി. ഞാനും നല്ലോണം ആലോചിച്ച് മാത്രമേ ഒരു സിനിമ പ്രൊഡ്യൂസർ പോലും ചെയ്യാൻ പാടുള്ളൂ. പ്രൊഡ്യൂസർ ഒരു നല്ലോണം ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഞങ്ങൾ എക്സ്പെരിമെന്റ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ന്യൂ കമേഴ്സിനുള്ള സേഫ് ആയിട്ട് കളിക്കാനാണെങ്കിൽ ഞാൻ ഒരു എസ്റ്റാബ്ലിഷ് ഡയറക്ടറിന് അഡ്വാൻസ് കൊടുക്കും. നമ്മൾ ചെയ്യുന്നത് കുറച്ച് ന്യൂ കമേഴ്സിനെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാനും അപ്പോൾ അതിൽ അവരുടേതായ ഇൻഎക്സ്പീരിയൻസും കൂടെ ഉണ്ടാവും. അപ്പം ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥയായിരിക്കില്ല സിനിമയിൽ. ഇപ്പം സക്കറിയ മങ്കിപ്പൻ സംഭവിച്ചു, 2 പേരും ന്യൂ കമേഴ്സാണ്. അതിനുശേഷം പെരിച്ചാഴി ന്യൂ കമറാണ്, ആട് ന്യൂ കമറാണ്. ഇതെല്ലാം ന്യൂ കമേഴ്സിനെ വെച്ച സിനിമയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ വരുന്ന ചില കാര്യങ്ങൾ ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് ചിലപ്പോൾ മാറിപ്പോയേക്കാം. അതിലൊന്നും നമ്മളൊരു തെറ്റും വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ എന്നും എല്ലാ സിനിമയും വളരെ സീരിയസ് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ ആക്ട് ചെയ്യുന്ന സിനിമയാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണെങ്കിലും വളരെ ആലോചിച്ച് മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ. നീന എന്ന സിനിമ എന്താണ് വിജയ് ബാബു എന്ന അഭിനേതാവിനെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ പ്രൊഡ്യൂസറെയും പഠിപ്പിച്ചത്? പുതിയ ഞാൻ അതിശയപ്പെട്ട ഒരു സാധനം, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കണ്ട പ്രോഡക്റ്റ് അല്ല സിനിമ ഫുൾ എടുത്തു കഴിഞ്ഞപ്പോൾ. അത് ഒരു സ്ക്രിപ്റ്റിനെ അതിനേക്കാൾ ഒരു 10 ടൈംസ് മേളിലേക്ക് എങ്ങനെ ആക്കാം. അത്രയും മനോഹരമായിട്ട് വിഷ്വലൈസ് നമ്മൾ സാധാരണ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എഴുതിയിരുന്ന പോലെ വന്നോ എന്നുള്ളതാണ്. അതിനെക്കാട്ടിലും മേലെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതിലെന്താ ഉള്ളത് എന്ന് തോന്നുന്നു. അത് പുള്ളി കണ്ടിരുന്നു, നമ്മൾ കാണാത്ത സാധനം. അത് സിനിമയിൽ വരുമ്പോൾ ഇത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ടീമിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഞാനും തമ്മിലെന്ന സിനിമ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും എനിക്ക് തോന്നി ഇതിനകത്ത് എന്താ ഉള്ളത്. പക്ഷെ അത് വൺ ദ ബെസ്റ്റ് മൂവി അവാർഡ്. അപ്പം അങ്ങനെ അത് ആസ് എ പ്രൊഡ്യൂസർ, ആസ് എൻ ആക്ടർ ഒരു സ്ക്രിപ്റ്റിൽ നിന്നും അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് പഠിപ്പിച്ചു. അപ്പോൾ എന്തായാലും ആ പാഠവും മനസ്സിൽ വെച്ച് കേൾക്കാനുള്ള കൂടുതൽ ഇനി ലിസണിങ് പവർ നല്ലോണം കൂടിയിട്ടുണ്ട്, പേഷ്യൻസ് കൂടിയിട്ടുണ്ട്. ആ എല്ലാ ക്വാളിറ്റീസ് കൊണ്ട് കൂടി ഇനിയും മികച്ചൊരു പ്രൊഡ്യൂസർ ആവട്ടെ, അതിലും മികച്ച നായക നടനായി ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ വരട്ടെ. ലാൽജോ സാറിന്റെ എല്ലാ ചിത്രങ്ങളിലും അഭിനയിക്കാൻ സാധിക്കട്ടെ. ലാൽജോ സാറിന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രോജക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനെല്ലാം ഓൾ ദി ബെസ്റ്റ്. നീനയ്ക്ക് വെരി ബെസ്റ്റ്. ഓക്കെ, എല്ലാ നല്ല നല്ല റിവ്യൂസ് കിട്ടട്ടെ. ഒരുപാട് മികച്ച സംവിധായകരെ വിളിച്ച് നീ ഇത്രയും വലിയ പുലിയാണെന്ന് അവാർഡും കിട്ടട്ടെ. നീ ഇത്ര വലിയ പുലിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് എല്ലാവരും പറയട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് വന്ന് ഇത്രയും രസകരമായിട്ട് വിശേഷങ്ങൾ പറഞ്ഞതിന്. താങ്ക് യു സോ മച്ച്.